കളിക്കാരൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് ട്രാക്കിൽ ഒരു കുഴി കുഴിച്ചു. തുടർന്ന് ജെസ്സി സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് നടന്നു തയ്യാറായി. സ്റ്റാർട്ടിംഗ് ഗിൽ വെടിയുതിർത്തപ്പോൾ ജെസ്സി അവിശ്വസനീയമായ വേഗതയിൽ പുറത്തേക്ക് പോയി. അവൻ പെട്ടെന്ന് എല്ലാ എതിരാളികളെയും പിന്നിലാക്കി. വെറും 10.3 സെക്കൻഡിനുള്ളിൽ അവൻ ലോക റെക്കോർഡ് തകർത്തു. മുഴുവൻ ജനക്കൂട്ടവും കരഘോഷത്തിൽ മുഴങ്ങി. അവൻ അത് ശരിക്കും ചെയ്തുവെന്ന് ജെസ്സിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ പ്രകടനം എല്ലാ സംശയങ്ങളെയും തൽക്ഷണം നിശബ്ദമാക്കി. രണ്ടാമത്തെ മത്സരം 200 മീറ്റർ സ്പ്രിന്റ് ആയിരുന്നു. ഒരൊറ്റ ഒളിമ്പിക്സിൽ ആരെങ്കിലും 3 സ്വർണ്ണ മെഡലുകൾ നേടിയിട്ട് 36 വർഷമായി. ഇത്തവണ ജെസ്സി വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ ഇതിഹാസം തുടരുമായിരുന്നു. ജെസ്സിയുടെ കുടുംബം വീഡിയോയിൽ പരിഭ്രാന്തരായി ശ്രദ്ധിച്ചു. മത്സരം ആരംഭിച്ചപ്പോൾ അവൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കുതിച്ചു. ഉടൻ തന്നെ ലീഡ് നേടി. എല്ലാവരും ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. 20.7 സെക്കൻഡ്. ജനക്കൂട്ടം പൂർണ്ണമായും പൊട്ടിത്തെറിച്ചു. മുഴുവൻ ജെസ്സിയുടെ പേര് വിളിച്ചു പറഞ്ഞു. ഈ മനുഷ്യൻ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മൂന്നാമത്തെ ഇനമായ ലോങ് ജമ്പ് യോഗ്യതാ മത്സരങ്ങൾ നിശ്ചയിച്ചതുപോലെ ആരംഭിച്ചു. ജെസ്സി മറ്റൊരു റെക്കോർഡ് തകർക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ വാമപ്പ് സമയത്ത് അവൻ അബദ്ധത്തിൽ നേരെ സാൻഡ്പിറ്റിലേക്ക് കാലെടുത്തു വച്ചു. ഈ ഫൗൾ അദ്ദേഹത്തിന് ഒരു ശ്രമം നഷ്ടപ്പെടുത്തി. റഫറിയുമായി തർക്കിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിയമങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി മാറിയില്ല. ജെസ്സിയുടെ രണ്ടാമത്തെ ശ്രമം ഇപ്പോഴും ഒരു ഫൗൾ ആയിരുന്നു. ട്രാക്കിനെക്കുറിച്ചുള്ള അപരിചിതത്വം അദ്ദേഹത്തെ പരിഭ്രാന്തിയിലാക്കി. ഇപ്പോൾ ജെസ്സിക്ക് ഒരു അവസാന അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെയും കണ്ണുകൾ അവനിലായിരുന്നു. അപ്പോഴാണ് ജർമ്മൻ താരം ലസുമോഗ് നടന്ന ടേക്ക് ഓഫ് പോയിന്റിൽ ഒരു വെളുത്ത ടവൽ വച്ചത്. ജെസ്സിയോട് അവിടെ നിന്ന് ചാടാൻ സൂചന നൽകി. ജെസ്സി നന്ദിയോടെ തലയാട്ടി കുതിച്ചു ചാടി. ഇത്തവണ എല്ലാം സുഗമമായി നടന്നു. ടവലിനു നന്ദി. അവൻ വിജയകരമായി ഫൈനലിലെത്തി. ഫൈനൽ ആരംഭിച്ചപ്പോൾ എതിരാളി 7.87 മീറ്റർ ദൂരം ചാടി ആദ്യം രണ്ടാമത്തെ ജമ്പ് പൂർത്തിയാക്കി. കാണികൾ അത്ഭുതത്തോടെ ശ്വാസം മുട്ടി. തുടർന്ന് ജെസ്സിയുടെ രണ്ടാമത്തെ ജമ്പ് 7.9 മീറ്ററിലെത്തി. എതിരാളിയുടെ പുതിയ റെക്കോർഡ് തകർത്തി. അടുത്തത് എതിരാളിയുടെ നിർണായകമായ മൂന്നാമത്തെ ജമ്പായിരുന്നു. അവൻ വേഗത്തിൽ ഒഴുട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ ലൈനിലേക്ക് കാലെടുത്തുവച്ചു. അതായത് ജെസ്സി സ്വർണ്ണ മെഡൽ ഉറപ്പിച്ചു. എന്നാൽ എതിരാളിയോടുള്ള ബഹുമാനം കണക്കിലെടുത്ത് ജെസ്സി തന്റെ മൂന്നാമത്തെ ചാട്ടം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അവൻ മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ച് മുഴുവൻ ജനക്കൂട്ടവും അവന്റെ പേര് വിളിച്ചു പറഞ്ഞു. ആ നിമിഷം ജെസ്സിക്ക് സ്വയം മറികടക്കാൻ മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അവൻ വേഗത്തിൽ കുതിച്ചു ചാടി. അവന്റെ അവസാന ഫലം 8.06 മീറ്റർ ആയിരുന്നു. റെക്കോർഡ് വീണ്ടും തകർത്തു. അവൻ വീണ്ടും സ്വന്തം ഒളിമ്പിക് റെക്കോർഡ് തകർത്തു. മുഴുവൻ സ്റ്റേഡിയവും എഴുന്നേറ്റ് നിന്ന് അവനെ കൈയടിച്ചു. അവന്റെ കോച്ച് അഭിമാനത്തോടെ ജെസ്സിയുടെ പ്രകടനത്തിൽ ആഴത്തിൽ വികാരഭരിതനായി നോക്കി. കഥയുടെ ഗുണപാഠം: സമ്മർദ്ദം, സംശയം, വിവേചനം എന്നിവ നേരിടുമ്പോൾ നിങ്ങളെ യഥാർത്ഥത്തിൽ വ്യത്യസ്തരാക്കുന്നത് നിങ്ങൾ എങ്ങനെ ജയിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ഉയരുന്നു എന്നതാണ്. എതിരാളിയിൽ നിന്നുള്ള ദയ, തീയിൽ ധൈര്യം, നിങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഇതിഹാസങ്ങളെ സൃഷ്ടിക്കുന്നത്. അതാണ് ചരിത്രത്തെ മാറ്റുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.